ഡോക്ടർ മോഹൻ വർഗീസ് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ രാഹുൽ ഗാന്ധിയുടെ ആദ്യത്തെ പ്രസംഗമായിരുന്നു ഇന്നത്തേത്. ആ പ്രസംഗത്തെ പ്രതിരോധിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം എഴുന്നേൽക്കുന്നത് നമ്മൾ കണ്ടു, എഴുന്നേറ്റ് മറുപടി പറയുന്നത് കണ്ടു. അമിത്ഷാ പലവട്ടം എഴുന്നേൽക്കുന്നത് കണ്ടു. രാജ്നാഥ് സിംഗും കിരൺ റിജിജുവും ഗജേന്ദ്ര സിംഗും ഒക്കെ പ്രതിരോധിക്കാൻ എഴുന്നേൽക്കുന്നത് കണ്ടു. രാഹുൽ ഗാന്ധിയുടെ ആദ്യത്തെ പ്രസംഗത്തെ, പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ആദ്യത്തെ പ്രസംഗത്തെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഭരണപക്ഷത്തെ ആകെ ഉലയ്ക്കാൻ, ഒന്ന് ഇളക്കാൻ, ഒന്ന് ഷേക്ക് ചെയ്യാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞോ? അഭിലാഷ്, തീർച്ചയായും ഭരണപക്ഷത്തെ ഉലയ്ക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞു എന്നത് നിസ്സംശയം പറയാം. ഇത് പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്. ഒരുപിടി വിഷയങ്ങൾ അത് ഒന്നൊന്നായി എണ്ണിപ്പറയുകയും ഭരണപക്ഷത്തെ പ്രതിരോധത്തിലാക്കുന്ന ശ്രീ രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ, ഒരു പ്രതിപക്ഷ നേതാവ് എങ്ങനെയാണോ ആഞ്ഞടിക്കേണ്ടത് അത് തന്നെയാണ് ശ്രീ രാഹുൽ ഗാന്ധി നടത്തിയത്. ഇവിടെ നോക്കൂ, സാധാരണഗതിയിൽ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ അത് ഓരോ വാക്കും അല്ലെ ഓരോ വാചകവും കഴിയുമ്പോഴും ഭരണപക്ഷത്തെ പ്രധാനപ്പെട്ട മന്ത്രിമാർ, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ എഴുന്നേറ്റ് നിന്ന് ഓരോ കാര്യങ്ങൾക്കും മറുപടി പറയാനും പ്രതിരോധിക്കാനും ശ്രമിക്കുന്നത് സാധാരണ ഒരു സംഭവമല്ല. പക്ഷേ ആ രീതിയിലേക്ക് പ്രധാനമന്ത്രിയെ 2 പ്രാവശ്യം എഴുന്നേൽപ്പിക്കാനും അമിത്ഷായെയും രാജ്നാഥ് സിംഗിനെയും അതുപോലെ കിരൺ റിജിജു, പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവിനെയും ആദ്യം ഈ അടുത്ത കാലത്തെ മന്ത്രിസഭയിലെത്തിയ ശിവരാജ് സിംഗ് ചൗഹാൻ പോലും എഴുന്നേറ്റ് നിന്ന് ഓരോ പോയിന്റും രാഹുൽ ഗാന്ധി പറയുമ്പോൾ അതിനുള്ള മറുപടി നൽകാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധി, the opposition leader, is taken very seriously by the ruling front. ഇത് വളരെ നിസ്സംശയമാണ്. ഒരു ആൾ, ഇപ്പോൾ പപ്പു എന്ന് വിളിച്ച് പരിഹസിച്ചിരുന്ന ഒരാളെ അവഗണിക്കുക എന്നതാണ് ഏറ്റവും നല്ല ഒരു നയം. ഇനി അതാണ് വേണ്ടതെങ്കിൽ തുച്ഛീകരിച്ച് കാണുക, അവഗണിക്കുക. ഇത് രാഹുൽ ഗാന്ധിയെ അവഗണിച്ചില്ല എന്ന് മാത്രമല്ല, രാഹുൽ ഗാന്ധി അവഗണിക്കാൻ കഴിയാത്ത ശക്തിയായി രാഹുൽ ഗാന്ധി മാറുന്നു. രാഹുൽ ഗാന്ധി 2.0 ആ നിലയിലാണ്. അതെ, രാഹുൽ ഗാന്ധിയുടെ 5ാമത്തെ പ്രാവശ്യമാണ് ശ്രീ രാഹുൽ ഗാന്ധി MP ആകുന്നത്. 2004 തുടങ്ങുന്ന ദീർഘകാല പരിചയമാണ്. 2 പതിറ്റാണ്ടിന് ശേഷം 21ാം വർഷത്തേക്ക് കടക്കുകയാണ് ശ്രീ രാഹുൽ ഗാന്ധി പാർലമെന്ററി ജീവിതത്തിൽ. ഇവിടെ രാഹുൽ ഗാന്ധിയുടെ ആദ്യ 3 ടേം ഏതാണ്ട് ഫൊർഗറ്റബിൾ ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം കുറച്ചുകൂടി വർദ്ധിത വീര്യത്തോടുകൂടി കുറച്ചുകൂടി ഗഹനമായി വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന രാഹുൽ ഗാന്ധിയെ കണ്ടു. ഇപ്രാവശ്യം 5ാം ഊഴത്തിൽ ഇപ്പോൾ റായ്ബറേലിയെ റെപ്രസെന്റ് ചെയ്യുന്ന രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി കോൺഗ്രസിന്റെ മാത്രമല്ല മറ്റ് പ്രതിപക്ഷ കക്ഷികളുടെ കൂടി, അതായത് ഇന്ത്യ മുന്നണിയിലെ മറ്റ് കക്ഷികളുടെ കൂടി സ്വാഭാവിക നേതാവാകുന്ന ഒരു കാഴ്ച കാണുന്നു. അതുകൊണ്ട് മോദി 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 എന്നത് മാത്രം ശീലിച്ചിരുന്നത് പ്രതിപക്ഷത്തെ രാഹുൽ 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 എന്ന വിളികൾ മുൻപ് കാര്യമായി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയും സഖ്യകക്ഷികളും എല്ലാം രാഹുൽ ഗാന്ധി അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുകയും അതുപോലെ തന്നെ ഭരണപക്ഷത്തു നിന്നും ശക്തമായ വിമർശനങ്ങൾ ഉണ്ടാവുകയും ചെയ്തു എന്ന് പറയുമ്പോൾ എടുത്ത വിഷയങ്ങളുടെ ഗൗരവമാണ്. കാരണം ഒരുപക്ഷെ ഞാൻ അതിനോട് പൂർണ്ണമായി എല്ലാ വിഷയങ്ങളും ഈ സമയത്ത് തന്നെ സംസാരിച്ചു പോകണം എന്ന നിർബന്ധ ബുദ്ധി പ്രതിപക്ഷ നേതാവ് കാണിക്കരുതായിരുന്നു എന്നതാണ്. 1-2 കീ വിഷയങ്ങൾ, നീറ്റ് പോലെയുള്ള 1-2 കീ വിഷയങ്ങൾ. ഇവിടെ സകല വിഷയങ്ങളും രാഹുൽ ഗാന്ധി ദീർഘമായ പ്രസംഗത്തിൽ അയോധ്യയിൽ പിടിച്ചു. അങ്ങനെയാണ് ഹിന്ദു എന്ന വാക്കുണ്ടാകുന്നത്. ആ വാക്ക് വീണ് കിട്ടിയ ഒരു അവസരമായി BJP, നരേന്ദ്രമോദിയും അമിത്ഷായും എല്ലാം ഉപയോഗിച്ചു. ഹിംസാത്മകമാണ്. ഹിന്ദുവിൻ്റെ പേരിൽ ഇവിടെ ഹിംസ നടക്കുന്നു. പക്ഷേ ഹിന്ദുവിൻ്റെ മനസ്സ് ഹിംസാത്മകമല്ല. അത് രാഹുൽ ഗാന്ധി തെളിച്ചാണ് പറയുന്നത്. പക്ഷേ അതിൽ നിന്നൊരു അവസരം കണ്ടുപിടിച്ചുകൊണ്ട് ഹിന്ദുക്കളെ മുഴുവൻ ശത്രുക്കളായി രാഹുൽ ഗാന്ധി അവതരിപ്പിച്ചു എന്ന ഒരു നറേറ്റീവ് കൊടുക്കാൻ ശ്രമിക്കുകയാണ്. ഇതെല്ലാ കാലത്തും ഒരുപക്ഷെ ഭാരതീയ ജനതാ പാർട്ടി നേതാക്കളും ചെയ്തിരുന്ന ഒരു കാര്യം. പക്ഷേ ആ നറേറ്റീവ് വിജയിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.